രാഹുൽ ഗാന്ധിയുടെ അണുബോംബ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് പാളയങ്ങളിലാണ് പൊട്ടിയിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ അണുബോംബ് രാഹുലിൻ്റെ ക്യാമ്പിൽ തന്നെ വീണ് പൊട്ടിയിരുന്നു. ഈ ഗണ്ഡിയുടെ അണുബോംബ് താങ്ങാനുള്ള ശക്തി BJPക്കില്ല എന്ന് ഗണ്ഡി പറയുമ്പോഴും ഇന്ത്യ മുന്നണിക്ക് അകത്ത് കിടന്ന് ഈ ബോംബ് നട്ടം തിരിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ കോൺഗ്രസ് പാളയങ്ങളിൽ കിടന്ന പൊട്ടിയ ഈ അണുബോംബ് ജനങ്ങളെ BJPക്കെതിരെ രാജ്യത്തിനെതിരെ തെരുവിലിറങ്ങുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ജനങ്ങൾ കോൺഗ്രസിനെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതായത് സെക്രട്ടറി കോൺഗ്രസ് മിനിസ്റ്റർ KN രാജണ്ണ സപ്പോർട്ടേഴ്സ് ഹോൾഡ് മാസീവ് പ്രൊട്ടക്സ്റ്റ് ഇൻ തുമാക്കുരു എന്ന് പറഞ്ഞ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള രാജണ്ണ കർണാടകയിൽ രാജിവെച്ചിരുന്നു. രാജണ്ണ രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരമാണ്. അതിനെ ചോദ്യം ചെയ്ത രാജണ്ണ രോഷാകുലനായി രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു. ഈ വോട്ട് ചോരി മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെടുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കുമെന്ന് രാജണ്ണയ്ക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. എന്തായാലും രാജണ്ണ രാജിവെച്ച് പുറത്തു പോയതിനു ശേഷം ഇപ്പോൾ രാജണ്ണയുടെ സപ്പോർട്ടേഴ്സ് കോൺഗ്രസിനെതിരെ അവിടെ ഒരു വമ്പൻ റാലി നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ രാജ്യം മുഴുവൻ അലയടിക്കുകയാണെന്നുള്ളതാണ് വേറൊരു കാര്യം. BJP ഇത് വലിയൊരു ആയുധമാക്കി മാറ്റുകയാണ് എന്നുള്ളതും നമുക്ക് ഇപ്പോൾ കാണാനായി സാധിക്കും. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോറി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് 2 ലക്ഷം കള്ള വോട്ട് കിട്ടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയ ഗാന്ധി ഈ ഗണ്ഡിക്ക് പൗരത്വമില്ലായിരുന്നു, എന്നിട്ടും ഇവിടെ വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു തെളിവ് സഹിതം രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി എന്തായാലും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് എത്ര കള്ള വോട്ട് കിട്ടി എന്നുള്ളതായിരിക്കും BJPയുടെ അന്വേഷണം. ന്യൂസ് ഡെസ്ക് മലയാളം.